ഹലോ എൻ്റെ ഫ്രണ്ട്സുകളെ, എനിക്കറിയാം നിങ്ങൾ എൻ്റെ ഡയാനയുടെയും ഡോബറിൻ്റെയും ഒക്കെ വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം നിരാശപ്പെടുത്തുന്നില്ല. ഇത് അവളുടെ പ്രസവത്തിന് മുമ്പുള്ളൊരു വീഡിയോ എൻ്റെ ഫോണിൽ കിടന്നതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ഇടുന്നത്. ഡയാനെ ഇപ്പം ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അവൾ കുറച്ചൊന്ന് ഉഷാറായതിന് ശേഷം ഞാൻ അവളുടേത് വീഡിയോ ഇടുന്നതായിരിക്കും. ചെറിയ രീതിയിൽ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഉഷാറായിട്ട് ഞാൻ വീഡിയോ ഇനി ഇടുകയുള്ളൂ. ഇതിപ്പോൾ അവളുടെ ഡെലിവറിയുടെ ഒരു 2-3 ദിവസത്തിന് മുകളിലെ വീഡിയോ ആണ്. അവൾ പുറത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവക്ക് ഈ വീട്ടിൽ ഒരുപാട് തവളകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തവളനെയൊക്കെ പിടിക്കാനും അതിനെയൊക്കെ നോക്കിയിരിക്കും. അതറിയാം, കാരണം തവളയുടെ കരച്ചിലും പക്ഷികളുടെ കരച്ചിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തവള ഉണ്ടെങ്കിൽ അവൾ തവളയുടെ പിന്നാലെ ഓടും. അപ്പം അങ്ങനെ വന്നിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ വന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതാണ് എൻ്റെ ഡയാന മോള്. ഇനി അടുത്തത് ഡയാനയുടെ ഡെലിവറി സമയത്തുള്ള, അതായത് പ്രസവ സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഇതും എൻ്റെ ഫോണിൽ കിടന്നതുകൊണ്ട് ഞാൻ ഇടുകയാണ്. അന്നേരം അവൾക്ക് 3 കുട്ടികൾ ഓൾറെഡി ആയി. 4ാമത്തെ കുഞ്ഞിന് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇവൾ 5 കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലാസ്റ്റ് നിങ്ങളടുത്ത് ഞാൻ അന്ന് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു 5ാമത്തെ കുട്ടിയുടേത്. 5ാമത്തെ കുട്ടി വയറിനകത്ത് വെച്ച് പിന്നെ മരിച്ചിട്ടാണ് പുറത്തോട്ട് വന്നത്. അതെന്ത് കാര്യമാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ 4 കുട്ടികളെക്കാളും കുറച്ചുകൂടി നല്ല തടിയുള്ള കുട്ടിയായിരുന്നു. കുറച്ചുകൂടി നല്ല വണ്ണം ഉണ്ടായിരുന്നു ആ കുഞ്ഞ്. ആൺകുട്ടിയായിരുന്നു കേട്ടോ. ആ കുട്ടിയാണ് മരിച്ചു പോയത്. എനിക്കൊന്ന് അത്രയും മണിക്കൂർ നേരം എടുത്തത് കൊണ്ടായിരിക്കാം. കാരണം ലാസ്റ്റ് 4ാമത്തെ കുട്ടി വന്നത് ഏകദേശം ഒരു 5:45 പിന്നെ മരിച്ച് പുറത്തോട്ട് വന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 ആയി. അപ്പോഴും നിങ്ങൾ മോർണിംഗ് 11:30 ആയി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം എത്ര മണിക്കൂർ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ലാസ്റ്റ് കുട്ടി നമുക്ക് മരണപ്പെട്ടു പോയത് കേട്ടോ. അങ്ങനെ 5 കുട്ടികളുടെ അമ്മയാണ് എൻ്റെ ഡയാന. അപ്പോൾ ഇപ്പം 4 കുട്ടികളാണ് കേട്ടോ. ഇത് ഒരാഴ്ചയായിട്ടുള്ള പ്രായം, ഒരാഴ്ച പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള എടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഒരു 5-6 ദിവസമായി. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവർക്ക് ഞാൻ ഡയാന പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് ഡയാനയ്ക്ക് ഞാനൊരു ബെഡൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ആ ബെഡും അതിനകത്തൊരു കുഷൻ പോലെ കിടന്ന ഒരിതുണ്ട്, മെത്ത പോലെ. ആ മെത്തയിലാണ് ഞാൻ എൻ്റെ ഈ മക്കളെയൊക്കെ ഞാൻ വെച്ച് കിടത്തുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ കണ്ടീഷനുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എൻ്റെ ഡയാന പാല് കൊടുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ നമ്മളെ പപ്പിക്കുട്ടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ണ് തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇതുവരെയും കണ്ണ് പൂർണ്ണമായിട്ട് തുറന്നില്ല. ചെറിയ രൂപത്തിലൊക്കെ കണ്ണ് ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ഭയങ്കര കുരുത്തക്കേടാണ്. എന്നാലും പാലൊക്കെ കുടിച്ച് വയറ് വീഴ്ത്താൽ ഒരു ബഹളവും ഇല്ല. എവിടെയെങ്കിലൊക്കെ കിടന്നോളും. വിശന്നാലാണ് ഇവറ്റകളുടെ ആ ഒരു കുന്തളിപ്പ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ സുന്ദരി മാവളെ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പം നിങ്ങളിത് കണ്ട് ആശ്വാസപ്പെടുക. കണ്ടില്ലേ, അവർ പാല് കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആര് മത്സരിക്കും, ഞാനടാ വിടടാ മാറടാ എനിക്ക് വേണമെന്നും പറഞ്ഞ് കണ്ടില്ലേ അവൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഈ 4 പിള്ളേന്മാരും ഭയങ്കര വാലുകളാണ് കേട്ടോ. അയ്യോ, കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പാവം പോലെ തോന്നും. പക്ഷെ ഉണർന്ന് കഴിയുമ്പോഴാണ് ഇവറ്റകളുടെ വാലുകൾ കാണുക. കണ്ടില്ലേ, ഞെരുക്കിയിട്ട് അവന് കിട്ടുന്നില്ല പാല്. മാറടാ എനിക്ക് വേണോടാ, എൻ്റെ അമ്മയാണെടാന്നും പറഞ്ഞ് മക്കളുമാർ അമ്മയോടുള്ള ഇത് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഡയാനയുടെ മക്കളെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ കാണാൻ മറക്കരുത്. ലൈക്ക് തരാനും സബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ പൊന്നുമക്കളെ. നമ്മളെ ഡോബറിൻ്റെ വിശേഷം പിന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ എന്നാൽ.